where there is no way for us. We think in that way, but His ways are different. His ways are the perfect. Hallelujah. Jesus, thank you, Lord. I raise a hallelujah louder than the unbelief.
the hallelujah. The heaven comes to fight for me. Yes. Yes, Lord. We raise the hallelujah in the midst of our enemies. Put your hands up, sing your. I raise the hallelujah in the presence of my enemy. I raise the
ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും ചേർക്കപ്പെടും എന്ന്, അല്ലേ? ആ കൂടെ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞായിരുന്നു. We discussed a couple of things last week. ക്രിസ്തുവിലെ ജയകരമായ ജീവിതത്തെക്കുറിച്ചും we discussed about the victorious life in Christ. നമ്മൾ ദൈവരാജ്യത്തായിരിക്കുമ്പോൾ നമ്മൾ ഒരു ഓട്ടം മത്സരത്തിലാണ് എന്നും we also spoken about a race that is happening on the അത് എങ്ങനെ ഓടുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. we did discuss about the how to run a race in the Christian life. Hallelujah. Hallelujah. ഇന്നും നമ്മൾ തുടർന്ന് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. we are going to continue the same topic and we will be discussing furthermore. Hallelujah. Hallelujah. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് വേർതിരിച്ചറിയുക. we do need to recognize the purpose of the Lord in our life. Hallelujah. Hallelujah. ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്? why did God separated us from the world? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത്? why are we being in this world? ഇത്തരം ചില ക്വസ്റ്റ്യനുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. many times we ask the same question many occasions. ഇത്തരം ആദ്യം തന്നെ നമ്മൾ എത്ര പേർ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥമായിട്ട് എന്താണ് ദൈവത്തിൽ നിന്ന് പർപ്പസ്, ഞാൻ ഈ ലോകത്തായിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ട്? Has any of us have taken time to ask this question, why am I here in this world and what is the purpose of being with Christ? ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? Have you ever asked that question? നിങ്ങൾ എവിടെ ആയിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിച്ചിട്ടുണ്ടോ? So have we ever thought about it, why we are being in this world? അതൊരു പേനയിൽ എഴുതി ഒരു പേപ്പർ മടക്കി വെച്ചിട്ടുണ്ട്. അതല്ല, അത് എന്തിനാണ് ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നതിനെ കുറിച്ച്. Why God has appointed us to be in this world. Hallelujah. Hallelujah. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പർപ്പസ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് വേർതിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ജീവിതത്തിൽ പല സ്ഥലത്തും നമ്മൾ തെന്നി വീഴാനിട വരും. If we don't know the real purpose, the fact of the life, that why we are in this world, many times we slide off from the real purpose of the life. ദൈവത്തിന്റെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും വലുതാണ്. Our wishes and God's wishes about us are greater and bigger. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹവും പലപ്പോഴും രണ്ടാണ്. But God's plan and our purposes are, God's purpose and our plans are two different things. നമ്മുടെ ആഗ്രഹങ്ങളും ആണ് നമ്മളെ പലപ്പോഴും ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്നത്. Our wishes, our desires in this world are making us to continue living on this earth. എന്നാൽ യഥാർത്ഥമായും ഒരു ദൈവപൈതൃക ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കരുത് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, ദൈവത്തിന്റെ ആഗ്രഹങ്ങളായിരിക്കണം നമ്മളെ ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്നത്. In fact, for a child of God, it's not the desires of the man, desires of the child needs to be making him to continue on this earth, but the plan and the purpose of the Lord should be guiding. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു സഹോദരിയുമായി സംസാരിക്കുമ്പോൾ, a couple of months ago when I was talking to a sister, ആ സിസ്റ്റർ ഇപ്രകാരം പറയുകയുണ്ട, എനിക്ക് ഈ ലോകത്തിന് ജീവിക്കുക വേണ്ട, എല്ലാം മടുത്തു, ഞാൻ മരിക്കാൻ പല പ്രാവശ്യം തുനിഞ്ഞു എന്ന്. When I was talking to her, she was really distressed and she said, I am fed up of this life on this earth and I would like to tried committing suicide many times. എന്നാൽ തന്റെ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ മരിക്കാൻ തോന്നുന്നില്ല. And then again she said that when I see the face of my child, I'm not able to do anything wrong or negative. അപ്പോൾ ആ സഹോദരിയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ആ കുഞ്ഞുമായി ജീവിക്കുക എന്നുള്ളതാണ്. So for that sister,
The greatest wish and the desire that she has in her heart is that to live with her child forever. ആ കുഞ്ഞിന്റെ ആഗ്രഹമാണ് ആ സഹോദരി ഈ ലോകത്ത് കണ്ടിന്യൂ ചെയ്യാൻ So only the thing that is making her to be in this world is the child who's been gifted by God. എന്നാൽ യഥാർത്ഥമായും ഒരു ദൈവബന്ധ ജീവിതത്തിൽ ആവശ്യമായത് ദൈവ പദ്ധതി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. But for a child of God, the real purpose that to be fulfilling the will of God in their life. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് മൂവ് ചെയ്യുക എന്നുള്ളതല്ല. It's not about our desires. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ നല്ല ഓട്ടം തികച്ചു എന്ന്. And that is why the apostle Paul said that I have run the good race on this earth. ഇവിടുന്ന് പോകുന്നത് നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ലോകത്ത് നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. It is good to go away from this earth, but his plan and the purpose on this earth to be guided by the plan of the Lord. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ആയിരിക്കരുത് ഈ ലോകത്തായിരിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയായിരിക്കും. It's not about our desire, it's about the will of the Lord that to be here in this world. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ആര് എന്ന്. First of all, we should ask that question to ourselves, who am I in Christ? നിങ്ങളോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? If somebody asks you that question, who are you in Christ, what would be your answer? ഞാൻ ഇന്നയാളുടെ ഇന്ന ഭവനത്തിലെ ഇന്നയാളുടെ ഇന്നയാക്കടെ ഇന്ന നാൾ ജനിച്ച മകൻ എന്ന് പറയും, പേരും പറയും. So we as back home in Kerala, we have got a tradition to talk about, bring or connect to our forefathers or the tradition of the family. ആ ഭവനത്തിൽ ആരെങ്കിലും മിനിസ്റ്ററോ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവരുടെ പേര് പറയും, ഇന്നയാക്കടെ ചെറുമകൻ എന്ന് പറയും. So when we introduce ourselves, there's any political leaders or any ministers are in the family, then we will take their name as well to connect our name to. എന്നാൽ യഥാർത്ഥമായ ഉത്തരം അതാണ്. But is that the right answer? യഥാർത്ഥമായ ഉത്തരം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ പൈതലാണ് എന്നുള്ളതാണ്. But how many of us can say that if somebody asks that question, who are you, can you say that I am the child of God? എപ്പോഴും ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ മനോജ്, ഞാൻ പാസ്റ്റർ ഇന്ന ചർച്ചിലെ. ഇതാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഉത്തരം. So when somebody asks a question to even pastor says that I'm a pastor of so and so church and my name is this Manoj and things like that. ഇതെല്ലാം സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദൈവ പൈതൽ എന്നുള്ളത് അത്രേ. So these all things are the secondary things. But when somebody asks a question, the first thing should be coming out from us is that I'm a child of God. ആ ഒരു ബോധ്യത്തിലേക്കും ആ ഒരു ആൻസറിലേക്കും ഒരു ദൈവപൈതൽ എത്തുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ഒന്നിലും നിരാശപ്പെടുവാൻ ഇടവരത്തില്ലത്രേ. If a child of God, a person come into the situation of saying that I am a child of God boldly, when you come to that stage, you will never feel distressed or you will never feel that you're lonely. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവ പൈതലാണെങ്കിൽ ദൈവത്തിനുള്ളത് സകലതിനും നമ്മൾ അവകാശികൾ എന്നുള്ളൊരു ബോധ്യവും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. At the same time you will get that is discerning from the Lord that I am a child of God. Everything that belongs to my Father is belong to me too. Hallelujah. Hallelujah. രണ്ടാമത്തെ കാര്യം, ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നു, ഇല്ലെങ്കിൽ ഞാൻ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന്, ഇല്ലെങ്കിൽ ഞാൻ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വന്നു, ഇല്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ നിന്ന്. ഇതല്ല. So when somebody asks you another second question, that where did you come from? Some people, we all say that we come from India or Africa or America or places or Europe countries. 100-ൽ ഒരു 5% ആൾക്കാർ മാത്രമേ യഥാർത്ഥമായും ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താറുള്ളൂ. But only 5% people find the real answer for that question. ഞാൻ വന്നത് സ്വർഗത്തിൽ നിന്ന് ആണ് എന്നുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ, if you know that real understanding that you have come from heaven above. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് വന്നവൻ യേശു മാത്രമല്ലേ ഉള്ളൂ എന്ന്. You might be asking that question that I only know that Jesus is the only one come from heaven. എന്നാൽ നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ റൂട്ട് അത് തന്നെയല്ലേ? So if you are a child of God, your route will be the same of Jesus.
നിങ്ങൾ ഏത് രാജ്യത്തു നിന്നുള്ളതല്ല വിഷയം, നിങ്ങൾ യഥാർത്ഥമായി നിങ്ങളുടെ റൂട്ട് എവിടെ നിന്നുള്ളതാണ് വിഷയം. It doesn't matter where did you come from, but where is the root coming from, your foundation coming from. നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ റൂട്ടും സ്വർഗം തന്നെയാണ്. So if you are a child of God, your root is from God itself. അത് തന്നെ ദൈവം അപ്രകാരമായി പറഞ്ഞ നാം നമ്മുടെ സ്വരൂപത്തില് നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാമെന്ന്. And that's why when the creation was happening, he said, unto our own image we will create a human being. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സമയം കുറവായതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയൊരു ഭാഗം തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. We know that from the book of Genesis, how the creation been happened. We're not taking too long to explain that, but we need to speak about another part in the Bible. ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കണം എങ്കിൽ നമ്മൾ വന്നത് എവിടെ എന്നുള്ളതിൻ്റെയും ഉത്തരം അതിൽ തന്നെയുണ്ട്. So if you want to create, God want to create the human being, so it would give us a clearance that where did we come from. നിങ്ങൾ ജനിച്ച ഭവനത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു നല്ല ഒരു സോഴ്സ് ഇല്ലെങ്കിൽ എന്താ പറയണേ, ഒരു ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഒരു സാമ്പത്തിക മണ്ഡലത്തിന്റെ ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ നിങ്ങൾക്ക് നടന്നു പോകാൻ? If your father or your parents are well settled, wealth wise they don't have no problems, and financially they are sound, then you don't have any issues. You would be very confidently moving forward. നിസാരം നിങ്ങളുടെ ഒരു പാർട്ട്ണറോ ഫാദറോ ബ്രദറോ ആരെങ്കിലും ഒരു നല്ല പൊസിഷനിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നല്ലപോലെ കോളറൊക്കെ ഒന്ന് പൊക്കി പിടിച്ച് നടക്കും. So if you know that someone who is related to you in a good position, that when you are entering to that place, you will have that, that confidence to walk into that place. കാരണം നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു വിഷയം വന്ന് എൻ്റെ കുടുംബക്കാരനുണ്ട് അവിടെ, അവൻ Because we have that confidence that someone from my family is there. അങ്ങനെയെങ്കിൽ നിങ്ങൾ വന്നത് എവിടെയെന്ന് നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടായിരിക്കും. And at the same time, if you know that where did you come from, and you know clearly that where you are. 1000 10,000 നിന്റെ ഇടതും വലതും വീണാലും ഒരു പാതയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. 1,000 and 10,000 may fall on your sides, but no weapon will prosper against you. കാരണം നിനക്ക് കാവൽ നിൽക്കുന്ന ദൈവിക ദൂതന്മാരത്രേ. Because you've been guarded by the heavenly angels. നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവത്രേ. And you've been guided by the Spirit of the Lord. കാരണം നിങ്ങൾ ഈ ലോകത്തിന്റേതല്ലത്രേ, നിങ്ങൾ ഉയരത്തിലുള്ളതിനെ കാംക്ഷിക്കുന്നവരത്രേ. Because you not belong to this world, but you belong to the heavenly kingdom. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയെങ്കിൽ സ്വർഗീയ മഹത്വത്തിനൊത്തവണ്ണം നിങ്ങൾ നടക്കുവാൻ തന്നെ ദൈവം ആഗ്രഹിക്കുന്നു. And if that is the case, God wants you to walk according to the will of the heaven and will of the kingdom. ഹല്ലേലൂയ. Hallelujah. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്? The third question is that why are you here on this earth? ഇത് സാധാരണ 90 പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. And mostly 90% people asking the same question. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജീവിതത്തിൽ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴാണ് മാത്രം. And this question normally arises when you are facing problems or a situation in the life. എന്താണ് എൻ്റെ ജീവിതം കൊണ്ടുള്ള ഗുണം? And we always ask this question to ഞാൻ ourselves. എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? Why am I on this earth, and what am I going to നമ്മുടെ do? ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ വന്ന് നമ്മൾ അലട്ടുന്നത്. And emotions will play around and it will bother us asking questions. കാരണം നമ്മൾ നമ്മുടെ ആഗ്രഹത്തെയാണ് മുന്നിൽ കാണുന്നത്. We are seeing our own interest in them. പക്ഷേ ആദ്യത്തെ 2 ക്വസ്റ്റ്യന് നിങ്ങൾ യഥാർത്ഥമായ ആൻസർ കണ്ടെത്തുകയാണ് If you really find the answer for the first 2 questions, എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാൻ ഇടവരത്തില്ല. if that is the case, third question will never be arisen in your life. കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നും നിങ്ങൾ വന്നിരിക്കുന്ന ദൈവത്തിൽ നിന്നാണെന്നുമുള്ള ഒരു പരിപൂർണ്ണ ബോധം ഒരു ദൈവപരനുണ്ട് എങ്കിൽ ഇവിടെ ആയിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാനുള്ള പൂർണ്ണ ബോധം ഉണ്ടായിരിക്കും. So if you know that you are a child of God and you have come from the kingdom of heaven, then you know that the purpose of yours on this earth is that to fulfill the will of God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഈ ലോകത്ത് നമ്മളെല്ലാം വിചാരിക്കുന്നത് രാവിലെ എഴുന്നേക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ജോലിക്ക് പോകണം, തിരിച്ചു വരണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. So we are waking up in the morning, just making the breakfast, eating the food all day, and going to work and coming back and going to bed. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഫുഡ്, ഉറക്കം, എഴുന്നേൽക്കുക, ഈ 3 കാര്യമേ ഉള്ളൂ.
So we have only made. ഫുഡ് സ്ലീപ്പ് ആൻഡ് വേക്ക് അപ്പ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളൂ ഇപ്പോൾ. There are only 3 things that we are worrying at the moment: sleep, food, and waking up. Okay. ഉറങ്ങുമ്പോൾ വിചാരിക്കും ദൈവമേ നീ രാവിലെ എന്നെ എഴുന്നേൽപ്പിക്കാൻ കൃപയുണ്ടാകണമേ. So when you go to bed, you ask God, give me the grace to wake up in the morning. ഉറങ്ങുന്ന സമയത്ത് പോലും ദൈവമേ നല്ലപോലെ ഉറക്കം തരണമേ. When you go to bed, you say that Lord, give us the good sleep overnight. എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉടനെ പറയും ദൈവമേ ഇന്നത്തേക്കുള്ള ഭക്ഷണം കാര്യങ്ങളും ഒരുക്കി തരണേ. And when you wake up, you say to God that give me the food for the whole day. ഇത് ഈ മൂന്ന് കാര്യം മനുഷ്യനെ അലട്ടുന്നത്. These 3 things are bothering the human being. എന്നാൽ നീ ആര് എന്നും എന്തിനിവിടെ ആയിരിക്കുന്നു എന്നുമുള്ള വസ്തുത നിനക്ക് മനസ്സിലാവുകയാണ് എങ്കിൽ, But if you know that who you are and why you are on this earth, എന്നാൽ ദൈവ പദ്ധതി പ്രകാരം നടക്കുവാനും നമ്മൾ പ്രിപ്പയർ ചെയ്യും. and we will make ourselves be prepared to walk according to the will of God. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിപ്പാനല്ല ദൈവം God ആഗ്രഹിക്കുന്നത്. does not want you to live on this earth somehow and manage and go away from it. ദൈവ പദ്ധതി നിറവേറ്റി നല്ല ഓട്ടം തികച്ച് ഈ ലോകത്ത് നിന്ന് പോകുവാൻ അത്ര ദൈവം God ആഗ്രഹിക്കുന്നു. wants us to complete or fulfill the purpose that He has immersed into our life and then complete this life. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറയേണ്ട, ഒരു മരിച്ചയാളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നാട്ടുകാർ എഴുതി വെക്കും ഇവൻ നല്ല ഓട്ടം തികച്ചു എന്ന്. So we said it last week that a person passed away, and underneath his photograph, the people or relatives say that he has run the good race. നല്ല വിശ്വാസം കാത്തു നല്ല ഓട്ടം തികച്ചു എന്ന്. And people write it that faith, he has held on to the faith and he has completed the faithful race. ജീവിച്ചിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നല്ല ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്ന് പറയുന്നവരായിരിക്കണം ദൈവപൈതൽ. But when we are alive, we should be able to say about ourselves that I have run a good race, I have completed it faithfully. അതെങ്ങനെ സാധിക്കുന്നത്? How could we do that? ദൈവം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം. When we bring these 3 things that we have discussed already, bring that into our life, and then we will see that we will be able to say that I have run a good race. ഇസ്രായേൽ മക്കൾ യാത്രയാകുമ്പോൾ അവർ ആ കടലിന് മുന്നിൽ വന്നിട്ട് അന്തിച്ചു നിന്നു. When Israelites were moving forward, they came unto the Red Sea, and then they just stumbled at the sea and stopped over there. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. They didn't know what to do. അതുകൊണ്ടാണ് അവർ ഭയചകിതരായത്. That's why they will be in perplexed. മുന്നോട്ട് നോക്കുമ്പോൾ അവർക്ക് കടല്, They can only see in front. പുറകോട്ട് നോക്കിയാൽ ശത്രുവിന്റെ സൈന്യം. And if they look back, the enemies are following them. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഇന്ന്. And that is a similar situation people are ആ facing. അവസ്ഥയിൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. At that point, you need to understand what you could do to overcome. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ഒരു കാലത്തും ഒന്നിനും കുറവ് വരത്തില്ലെന്ന് വചനം പറയുന്നു. Amen. We know that all those who are relying upon to the Lord will never lack nothing in life. Hallelujah. Hallelujah. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കും. So to understand this, we should be able to know that who am I in Christ and what could I be doing. നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിന് ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് നമ്മളിൽ ഉള്ള ആ എന്താ പറയണേ capability കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരായിരിക്കും. So to do the things or knowing the things that what I could be able to do it, you should be very much aware of your capability and your caliber and potential. വചനപ്രകാരം എന്താണ് നമ്മളെ കുറിച്ച് പറയുന്നത്? As per the word of God, what does it talk about us? മനുഷ്യരാൽ ഒന്നും നടക്കത്തില്ല എന്ന്. For human being, nothing is possible. എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം എന്ന്. But at the same time, everything is possible by God. Hallelujah. Hallelujah. അങ്ങനെയെങ്കിൽ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ദൈവത്തിലെ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയട്ടെ, ദൈവത്തിൽ ആശ്രയം വെച്ച് ആ ഒരു ഉറപ്പിൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് സകലതും സാധ്യമാകും. If you are relying upon to your Lord Almighty, then you would be able to do everything because He is the one who strengthens you to do everything. ഒരു ഡെസ്റ്റിനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. We should keep a destination for us to move forward. ആ ഡെസ്റ്റിനേഷൻ വന്നിടത്തേക്ക് തന്നെ ഉള്ളതായിരിക്കണം. And the destination is the same place where we come from. അതിന് വന്നത് എവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. So should be knowing that where did you come from then. നമ്മൾ ആര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. We should be knowing that who we are in Christ. നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. So we should have a perfect understanding
that why we are on this earth നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. and what is your ability to do in Christ. നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. And the next thing is that you should know that where you will be going forward. ഒരു യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. So I have mentioned about 5 things that a child of God should be knowing. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്തുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ജയകരമായി തന്നെ തീരും. So for these 5 things, if you can find a perfect answer for yourself, then you will be successful. ഈ 5 കാര്യങ്ങളുടെയും ഫോർമുല അടങ്ങിയിരിക്കുന്നത് വചനത്തിൽ തന്നെ ഉണ്ടത്രേ. And these 5 things also been mentioned in the word of God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. So I would like to share an example regarding how. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. Let us turn to Ephesians chapter 4 verse 32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരെ ദൈവം ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കും. And be you kind one to another, tender-hearted, forgiving one another, even as God for Christ's sake has forgiven you. നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിനൊരു ഉത്തരവും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. So it is telling you that it is reminding you that what you could do on this earth is reminding through this verse. ഈ ലോകത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയും. You should be able to forgive to other people. ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും. You should be able to forgive like how Christ done it. ഹല്ലേലൂയ. Hallelujah. മറ്റുള്ളവരോട് ദയയും മനസ്സലിവും ഉള്ളവരായിരിക്കണം ദൈവ പൈതൽ. We should have the tender heart and compassion towards others. ഇതായിരിക്കണം ഒരു ദൈവപൈതൽ ജീവിതത്തിലെ ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്. And that should be the first purpose of a child of God. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലും ഇപ്രകാരം പറയുന്നത്. So this similar thing is talking in Joshua's book of Joshua 22 verse 5. ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന്. So reading Joshua chapter 22 verse 5. But take diligent heed to do the commandment and the law, which Moses the servant of the Lord charged you, to love the Lord your God, and to walk in all his ways, and to keep his commandments, and to cleave unto him, and to serve him with all your heart and with all your soul. ഹല്ലേലൂയ. Hallelujah. നടക്കുന്ന എല്ലാ വഴികളിലും, All your ways, wherever you go. ഞാൻ തമാശയായിട്ട് പറയുന്നതായിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ പോലും നിങ്ങൾക്ക് ദൈവത്തെ കൂട്ടുപിടിക്കാൻ പറ്റും. You might be sounding like a joke, but even if you go into the toilet, you can take your God as a companion. നിങ്ങൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ആ ഭക്ഷണത്തിനത്തോളം നല്ല മധുരമായ ഭക്ഷണം മറ്റൊന്നും കാണത്തില്ല. When you are cooking in the kitchen, if you are keeping your God as your companion, then you will see the best taste out of it. ചിലരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക മണിക്കൂർ മാറ്റി വെച്ച് ആ സമയം മാത്രമേ ദൈവത്തോടൊപ്പം ഇരിക്കാവുള്ളൂ. Some people think that we need to separate certain time for the prayer, and that's only time you need to be spending with God. അത് നല്ലത് തന്നെ. It is good to keep a separate time. പക്ഷേ എല്ലാ വഴികളിലും ദൈവത്തെ കൂട്ടുപിടിക്കാനാണ് വചനം പറയുന്നത്. But it says according to the word, everything that you do, every ways of yours, keep Lord as your companion. എല്ലാ വഴികളിലും നടന്ന് യഹോവയെ സ്നേഹിക്കാനാണ് പറയുന്നത്. And it says that all your ways love your God. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴികളെല്ലാം യഹോവയെ സ്നേഹിക്കാൻ പറ്റിയ വഴികളിലൂടെ പോകാവുള്ളൂ എന്ന്. But at the same time, if you're going to anywhere, you only go to the place where you could take Jesus as your companion. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന സ്ഥലത്തെ പോകാവുള്ളൂ എന്നാ പറയുന്നത്. So it's saying that only go to the place where you can take love of God. ആ പകുതി അല്ല, ഭാര്യ പകുതി സ്നേഹിക്കുന്ന പകുതി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലല്ല, ദൈവത്തെ സ്നേഹിച്ച പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്ന് It's പറയുന്നു. not like how half-hearted you're loving your wife, half-hearted you're loving your children, not like that. അല്ല, അങ്ങനെയല്ല, അത് തെറ്റിപ്പോയി. 60% ഞാൻ എന്നെ സ്നേഹിക്കുന്നു, 40% വൈഫിനെ സ്നേഹിക്കുന്നു. 60% I will love myself and 40% I love my wife. എന്നാൽ ആ 50-50 കണക്ക് ദൈവസന്നിധി പറ്റത്തില്ല. 50 the calculation of 50-50 is not happening here. 100% ദൈവത്തിന് വേണം. If you are loving the Lord, give 100% love to the Lord. 100% എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? How could we give love to the Lord 100%? നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കണം. Because if you want to do that, you need to have that faith and steadfast
faith in the 100% Lord. അബ്രഹാം ദൈവത്തിൽ ആശ്രയം വെച്ച് വിശ്വസിച്ചത് കൊണ്ടത്രേ അവന്റെ ജീവിതത്തിൽ ആ മുന്നോട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നത്. Abraham was committed and loved the Lord 100%. That is why he had seen miracles and wonders. അതുകൊണ്ടത്രേ ഒരു സാഹചര്യവും ഇല്ലാത്തിടത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും സന്താനത്തെ നൽകുമെന്ന് വാഗ്ദത്തം. And that is why he had that the prophecy that his life will be blessed with the many generations. ഏത് നിമിഷവും ഇത് യഹോവയുണ്ടാക്കിയ ദിവസം എന്ന് നമ്മൾ കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. So we should be able to say that every moment of my life is created by the Lord Almighty. Hallelujah. Hallelujah. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. I will ask this question here. എത്ര പേരുടെ കയ്യിൽ ഫോൺ ഉണ്ട് ഇവിടെ? How many of us have got the phone in our hand? ആരുടെയും കയ്യിൽ ഫോൺ ഇല്ലാത്തവരുണ്ട് ഇതിനകത്ത്? I think everyone has got the phone in this place. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫോൺ എല്ലാവരുടെയും കയ്യിൽ, ഐഫോൺ ആയിക്കോട്ടെ, സാംസങ് ആയിട്ട്, നോക്കിയ ആയിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ട്. At least one phone. We all are holding one phone, make of different Samsung or iPhone or whatever. ഓരോ വർഷവും ഓരോ കമ്പനിയും പുതിയ പുതിയ ഫോൺ ഉണ്ടാക്കും. And each company, each make is coming out new generations of the phones. ആ ഫോൺ മാനുഫാക്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിക്ചർ വിട്ടിട്ട് ഫോൺ സെയിലിന് ആരും ഇടാറില്ല. So when the manufacturer is creating or making that phone, they will not be announcing that or making the publicity. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഫോൺ കമ്പനിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ തന്നെ വിൽപ്പനയ്ക്ക് ഇടുന്നു? While the manufacturing is happening, it will never come onto the market for sale. അങ്ങനെ ആരെങ്കിലും കയ്യിൽ അങ്ങനത്തെ ഫോൺ ഉണ്ടോ? പകുതി വർക്ക് ചെയ്തപ്പോഴും മേടിച്ച ഫോൺ ഉണ്ടോ? Yes, anyone has got a phone that has been created just halfway through and then he bought it. ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ക്ലോത്തിലേക്ക് നോക്കിക്കേ, ഒരു കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് അത് മേടിച്ചവർ ആരെങ്കിലും ഉണ്ടോ? Has anyone of us bought a cloth before one sleeve is fitted of a stitch? Before that, we bought that. നിങ്ങൾ മേടിക്കത്തില്ലാത്തതെന്നുള്ളതല്ല, കമ്പനി അത് ഇടത്തില്ല വിൽപ്പാൻ. It's not that we don't buy it, but the manufacturers won't bring it out to sale. കാരണം ആ കമ്പനിയുടെ ഇമേജിനെ അത് ബാധിക്കും. Because it will be affecting the reputation of the company. കാരണം ഐഫോൺ ഉണ്ടാക്കുന്ന ഇപ്പൊ ഐഫോൺ 15 ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങാൻ പോവുകയാണ്. iPhone 15 is coming out. അപ്പൊ ഐഫോൺ 15 ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ അവരത് സെയിലിന് വേണ്ടി പറഞ്ഞില്ല. Before they planned about, iPhone 15 is going to come out in the market, they did not put it in the sale or they did not announce it. ആ ഫോൺ ആ മാനുഫാക്ചർ ആഗ്രഹിച്ച രീതിയിൽ ആദ്യം രൂപകൽപ്പന ചെയ്ത് അത് സൃഷ്ടിച്ച ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഇത് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കിട്ടത്. So manufacturers created that phone or with whatever the expectation of the company, according to that they made it and they tested it and then they took it out to the market for sale. അവർ വെറും ടെസ്റ്റ് അല്ല ചെയ്തത്, അവർ അതിനകത്ത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, ഇല്ലെങ്കിൽ ഡ്യുവൽ സിമ്മിന്റെ ആണെങ്കിൽ 2 സിം ഇട്ടാലും വർക്ക് ചെയ്യുന്ന ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അതിൽ. They have promised many things about iPhone 15 that dual SIM will be working. You can put 2 SIMs at the same time. All those things they have tested. അതിൽ വോയിസ് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. Many functions and many features that a phone has got it. ഇതുപോലെ തന്നെ ഒരു ഫോർഡ് ഒരു പുതിയ കാർ ഇറക്കിയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ അത് അവർ ഡ്രൈവ് ടെസ്റ്റ് ചെയ്ത് കൺഫേം വരുത്തിയതിനു ശേഷം മാത്രമേ അത് ഡിസ്പ്ലേക്ക് വെക്കത്തുള്ളൂ. Similarly, any products including cars, when they come onto the market, the company, the manufacturers will do a test drive according to their expectation of that features of that car should be working, and they will make sure that it's happening. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അവർ അവരുടെ ആ ചിന്താഗതി അല്ലെങ്കിൽ ആ രൂപകൽപ്പനയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് അവർ ഉണ്ടാക്കിയതിന് ശേഷം അതിന് ഇറങ്ങത്തുള്ളൂ. And also they will have an idea how this is going to be working. They would have a plan beforehand how this would be working and how this would be sold in the market. ഇടയ്ക്കിട്ടിട്ട് പോകാനുള്ള ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുമോ? Will anyone create a product which can be a failure in the middle of the sale? അതിലും നഷ്ടം വളരെ കൂടുതലാണ്. They will have a lot of loss in that. ഒന്ന് കമ്പനിയുടെ പേര് പോകും, കമ്പനി പൂട്ടിപ്പോകും. First of all, the company will be losing their reputation. സാമ്പത്തിക നഷ്ടം. They will have a financial മാനനഷ്ടം. And again they will have the reputation issues as well. അപ്പോൾ അതുകൊണ്ട് അപ്രകാരം ആരും ചെയ്യത്തില്ല. So no one will do things like that. എന്നാൽ ഒരു ഫോണോ ഒരു വാഹനമോ നമ്മൾ മേടിക്കുമ്പോൾ, when we buy a phone or a car, അത് എങ്ങനെയാ അവർ കൊണ്ടുതരുന്നത് നമുക്ക്? how they are going to deliver it to us? നല്ല മനോഹരമായി അവർ നല്ലൊരു പാക്കറ്റിലൊക്കെ ആക്കി അത് സീലൊക്കെ അടിച്ച്
ഉപയോഗിക്കാൻ വേണ്ടി തക്കവണ്ണം നമ്മുടെ കരുത്തിൽ എത്തിച്ചത്. The display will be, and when they're packing it up as well, even the car when they will deliver it in a nice way that it will be spectacularly covered with a good, in a nice way, and they present it. നിങ്ങളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ ആ വാഷിംഗ് മെഷീൻ്റെ വലിയ പാക്കിനുള്ളിൽ ഒരു ചെറിയ പാക്കറ്റ് കാണും. If you buy a washing machine with a big packing of that, it will have a small thing as well. ആ ചെറുതിനകത്ത് അവരതിൻ്റെ മാനുഫാക്ചറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയും. ഇതിൻ്റെ എന്താ പറയുക, ഉപയോഗിക്കുന്ന മാനുവൽ കാണാം. So the manual will be enclosed into the packing as well. ആ മാനുവൽ എല്ലാം വായിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചാൽ അതിന് കേട് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. So if you read the manual clearly and correctly and then you start using the washing machine, it will never be a failure. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഈ ഫോണിന്റെ മാനുവൽ എത്ര പേര് വായിച്ചു? How many of us have read the manual of our phone? പ്രോബ്ലം ഉണ്ടാകുമ്പോഴേ നോക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുന്നേ ഇത് നോക്കിയാലുള്ള ഗുണം എന്തുവാ? അത് ഉണ്ടാകാതെ ഉപയോഗിക്കുവാൻ നമുക്കറിയാം. Before the problem happens, if you check the manual, and before even prior to you start using the phone, then you could be able to use the phone without making it as a fault. ഞങ്ങളൊരു 6-7 മാസം മുമ്പ് പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചു വീട്ടില്. We had bought a new washing machine. ഞങ്ങൾ മാനുവൽ ഒന്നും നോക്കില്ല, ഞങ്ങൾ നേരെ കണക്ട് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അത് ബ്രേക്ക് ഡൗൺ ആയി. We didn't even check the manual or anything. It's not my washing machine, it's a dryer. We didn't check anything, and then straight away in 2 days time it just broken down. പിന്നെ അതിന്റെ മാനുഫാക്ചറർ വിളിക്കേണ്ട വന്നു അത് റിപ്പയർ ചെയ്യാൻ. So then we had to contact the company. Manufacturer came, and then when they checked it, we used it wrongly. That's why. അപ്പോൾ അയാൾ പറഞ്ഞു നീ ഇത് വായിക്കാതെ ചെയ്തതുകൊണ്ടാ പറ്റിയെന്ന്. That they reminded us you should always read the manual before you start working. ഞങ്ങൾ ലോക്കൽ ഡീലറുടെ അടുത്ത് പോയി ഞങ്ങൾ മാനുഫാക്ചറെ വിളിച്ചത് റിപ്പയർ ചെയ്യാൻ വേണ്ടി. We went to the manufacturer. Yeah, we did not take it to the local dealer, but we called the manufacturer himself to come and collect. കാരണം ഒരു ഫോർഡിന്റെ വണ്ടിയാണെങ്കിൽ ആ വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാവുന്നവൻ ആ ഫോർഡ് കമ്പനിക്കാരൻ തന്നെയായിരിക്കും. വേറെ ഒരു ഗ്യാരേജിനും അതിനൊക്കെ വ്യക്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. So if you buy a Ford car, take it to the garage of the Ford. They are the only one know the functions of that car. ഹല്ലേലൂയ. അപ്രകാരം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലും ഒരു മാനുവൽ ഉണ്ട് എന്ന്. Similarly, we need to understand we also have a manual to read and understand and practice in our life too. നമ്മൾ എവിടെ നിന്ന് വന്നു? Where did we come from? നമ്മൾ എന്തിനു വന്നു? Why did we come to this world? എന്താണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ ആവശ്യം? And the reason and the purpose of being on this earth. നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? What we could do on this നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? Where are we going right now? ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കുക തന്നെ വേണം. All these things we should be learning very thoroughly. ഇതിനെക്കുറിച്ച് വ്യക്തമായി നമ്മുടെ ജീവിതത്തിന്റെ മാനുവൽ അത്രേ തിരുവചനം എന്ന് പറയുന്നത്. To learn about all these questions and find the answer for all these questions. Our manual is the word of God. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതെങ്ങനെയാണ്? We will ask that question, how that could be possible. ഞാൻ പറഞ്ഞു, ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മൾ മനുഷ്യനെ ഉണ്ടാക്കുക എന്നത്രേ വചനം പറയുന്നത്. In the book of Genesis they said that we will create the human according to our image. അപ്പം ദൈവത്തിന് നമ്മളെ എങ്ങനെ വർക്ക് ചെയ്യിക്കണമെന്ന്, എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്നുമുള്ള ഒരു വ്യക്തമായ പദ്ധതിയും ഉണ്ടായിരുന്നു. ദൈവത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പും ഉള്ളത് കൊണ്ട് അത്ര അത് സംഭവിച്ചത്. So before even they brought us to this world, they had a good plan and the purpose that how to create the human being, how to bring them onto this earth, how to make them to function on this earth. Hallelujah. Hallelujah. അതുകൊണ്ടത്ര ദൈവം സ്വന്തം സ്വരൂപത്തിലും സാമ്യത്തിലും നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചു. And that is why he created us similar like how he looks like and how is this image. ആ കൂടെ ദൈവം ഒരു മാനുവലും തയ്യാറാക്കി അയച്ചു. അതത്ര ബൈബിള് എന്ന് പറയുന്നത്. Along with us he created a manual. That is the Holy Bible. ആ മാനുവല് നോക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആകുന്നതിന് മുന്നേ തന്നെ അത് വായിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു, ഇല്ലെങ്കിൽ സ്റ്റക്ക് ആകുമ്പോഴെങ്കിലും മാനുഫാക്ചർ ഫാക്ടറിയിലേക്ക് വണ്ടി കയറ്റുക തന്നെ വേണം. So when you want to live a good life on this earth, you have a manual which is Holy Bible. Before your life gets stuck somewhere, it's good to read the word of God
according to the plan. Every plan and the functions and everything is written in the Holy Bible. If you follow the word of God, you will never get stuck. ഒരുപക്ഷെ ഞങ്ങളെ പോലെ മാനുവൽ നോക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും പലരും. Many people are maybe like, how we done it, that didn't check the manual beforehand. അതുപോലെ മാനുവൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റക്ക് ആയെങ്കിൽ തന്നെ നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവ പൈതലെ മാനുഫാക്ചറിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. But anytime if you think that you're getting stuck anywhere on your journey, but take yourself back to your manufacturer. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ മാനുഫാക്ചർ നമ്മൾ എവിടെ നിന്നാ വന്നത്, നമ്മുടെ തുടക്കം എവിടെ നിന്നുള്ള കാര്യം മറക്കരുത്. So we need to always remember, where did we come from? Where did we start our life? നമ്മളെ തുടങ്ങിയത് ഈ ലോകത്തുള്ള നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അല്ല എന്ന് നമ്മൾ ഓർപ്പിക്കണം. So they are not by our the family or not by our parents or siblings that we started. We started from our Almighty God. വചനം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുന്നേ അവൻ നമ്മളെ കണ്ടതായി. As we know that from the word, before even the creation of the universe, he had seen us. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആ വിഷയങ്ങളെ ഇല്ലെങ്കിൽ സ്റ്റക്കായ ആ മേഖല റിപ്പയർ ചെയ്യുവാൻ ദൈവസന്നിധിയിലേക്ക് നമ്മൾ താഴ്ത്തി കൊടുത്താൽ ദൈവം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പുറത്തെടുക്കുക തന്നെ ചെയ്യും. So if you are stuck, if you are thinking that you can't move forward, anywhere you are stopping yourself or pausing yourself, take yourself back to your Almighty, the creator of your life, and he will be able to repair it. He will be able to create it as a new and make you to move forward. പലപ്പോഴും എൻ്റെ ഫോൺ കംപ്ലീറ്റ് ഫ്രീസ് ആയിട്ടുണ്ട്. Many times my phone go into frozen state. അപ്പോൾ ആ സമയത്ത് ഞാൻ മാനുഫാക്ചർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു കാര്യം ചെയ്യുക, കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേക്കാനാണ്. So when I call the manufacturers of the phone, they say that delete everything, restart your phone. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയതായിട്ട് ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കാണാം. So when I restart the phone and apply the new applications, then it will be working properly. ജീവിതത്തിന്റെ ബന്ധനങ്ങളുള്ള മേഖലകൾക്ക് മേല് ഇല്ലെങ്കിൽ ജീവിതം തടസ്സപ്പെട്ട് നിൽക്കുന്ന മേഖലകൾക്ക് മേല് നമ്മൾ പഴയതിനെ ഡിലീറ്റ് ചെയ്യുവാൻ തയ്യാറാണ് എങ്കിൽ, മാനുഫാക്ചർ ഫംഗ്ഷനിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിനെ സ്മൂത്ത് ആക്കി നടത്തുക തന്നെ ചെയ്യും. So in the areas where you think that you have got bondages, you are not able to move forward, there's no support, there's nothing working out in your life, you're ready to reset and restart your life, then you will be able to work according to the purpose of your manufacture. അതുകൊണ്ട് അത്ര യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാൻ സുവിശേഷം 3:3 ഇപ്രകാരം യേശു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല എന്ന്. And that's what he says in John chapter 3 verse 3. Jesus answered and said unto them, Verily, verily, I say unto thee, except a man be born again, he cannot see the kingdom of God. എന്താ അവിടെ പറയുന്നത്? പുതിയതായി ജനിച്ചില്ല എങ്കിൽ. If you won't be born again, പുതിയതായി ജനിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുകയെന്ന്. so when you are being born again, you should become like a child, a baby who's just born. ഒരു കുഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? What is the significance? ആ കുഞ്ഞിന് ആകപ്പാടെ അറിയാവുന്നത് രണ്ട് പേരെ ഉള്ളായിരിക്കും. ആദ്യം ഒരാളെ അറിയാവുള്ളൂ. So the child, a baby who's born, has only known to only one person. ഒന്ന് തന്റെ മദറിനെ ആയിരിക്കും ഏറ്റവും ആദ്യമേ ആ കുഞ്ഞ് അറിയുന്നത്. The child will recognize the mother first. പിന്നെ അപ്പനെ അറിയും. Then he or she recognize the father. മറ്റാരെ കുറിച്ചും ആ കുഞ്ഞിന് ഒരു ബോധമില്ലായിരിക്കും. Then the child is not thinking about ആ anybody കൊച്ചിന്റെ else. കംപ്ലീറ്റ് വിശ്വാസവും നോട്ടവും ആ അമ്മയിലും അപ്പനിലുമായിരിക്കും. And the child has got only attention towards the father or mother. അമ്മ എന്ത് പറയുന്നോ അത് ആ കൊച്ചിന് വേദവാക്യമായിരിക്കും. And whatever the mother says, then that will be the word of God. ഒന്ന് വീഴാൻ പോയാലും ചാടി പിടിക്കുന്നത് അപ്പന്റെ കരം ഉണ്ടോ എന്നായിരിക്കും നോക്കുന്നത്. And even if the child is just going to fall, it will be looking for the hand of the father. അവന്റെ മനസ്സിൽ ഒരു അസൂയയുടെ ഒരു ഭാഗം പോലും ഇല്ല. No jealousy inside of that child. മറ്റുള്ളവരോടൊരു പകയൊന്നും ഇല്ല. And no grudge or no bitterness അവന് against. സ്നേഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. Child has only known to love. അതത്ര വചനം പറയുന്നത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യം കാണത്തില്ല എന്ന്. So that's the word says that if you don't be born again, if you don't take the decision of being born again, then എന്താണ് സ്വർഗ്ഗരാജ്യം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. we heard about what is kingdom of God. സ്വർഗ്ഗരാജ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പൂർണ്ണമായും And വിശ്വസിക്കുന്നു. I believe that we all know what is kingdom of God. അപ്പോ വീഞ്ഞും അല്ല.
എന്നാണ് അവിടെ വ്യക്തമായി The word പറഞ്ഞിരിക്കുന്നത്. says that kingdom of God is not about the bread and wine. എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായി ഡീപ്പായിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. We had already discussed that part. ഹല്ലേലൂയ. Hallelujah. ആകയാൽ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുത്ത് ഒരു പുതിയതായി നമ്മൾ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയാണ് എങ്കിൽ നമ്മൾക്ക് ഈ ലോകത്ത് താഴ്ച പ്രാപിക്കാൻ കഴിയത്തില്ലത്രേ, ഉയർച്ച തന്നെ So പ്രാപിക്കുമത്രേ. therefore, if we are ready to submit and surrender ourselves and commit ourselves for the kingdom of the Lord, we will never be decreased, we will be increased. ഇവിടെ പറയാ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. And also it's reminding us that you shall not enter into the kingdom of God. എന്താണ് ദൈവരാജ്യം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുവെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. I would like to remind you again quickly that what is kingdom of എന്താണ് God. ദൈവരാജ്യം എന്ന് നമ്മൾ കണ്ടു. Now we had seen that what it is. അത് സമാധാനത്തിന്റെ പ്രതീകമത്രേ. And kingdom of God is full of peace. സമാധാനവും സന്തോഷവും നിറഞ്ഞതത്രേ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത്. Kingdom of God has got peace and happiness. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ തലമുറയ്ക്ക് മേലെ സമാധാനവും സന്തോഷവും വരണമെങ്കിൽ നീ വീണ്ടും ജനിച്ചേ മതിയാകത്തുള്ളൂ So ദൈവ if പൈതലേ. you want to receive that peace and happiness unto your family and generation, you need to surrender നിന്റെ yourself. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ സന്തോഷം കുറവാണെങ്കിൽ സന്തോഷം പകരുവാൻ നീ വീണ്ടും ജനിച്ചാൽ മതിയത്രേ. If you find any happiness or lacking happiness or joy in your life, you need to submit unto the Lord. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വീണ്ടും നീ ഒരു ഫാക്ടറി റീസെറ്റിംഗിലേക്ക് വരുന്നതിനെ കുറിച്ച് അത്ര ഞാൻ പറയുന്നത്. And when we are talking about being born again, I'm talking about a factory resetting. ചിലപ്പോൾ നമ്മൾ പറയേണ്ട സ്നാനപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. So many times when we talk about born again, being born again, എന്നാൽ we think about അതൊക്കെ baptism. അവിടെ നിൽക്കട്ടെ, അതിന് മുന്നേ ചില പ്രക്രിയകളുണ്ട് അത്രേ. Before you get into the baptism, there are certain criteria that we need to follow. അതാത്രേ ഞാൻ പറയുന്നത്, നമ്മൾ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അത്രേ. And that is what I'm talking about, being resetted. നിന്റെ ജീവിതത്തെ ഈ പകൽക്കാലം റീസെറ്റ് ചെയ്യുവാൻ തയ്യാറാണ് എങ്കിൽ, Are we ready to reset our life? നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ഒന്ന് ചെയ്യുവാൻ തയ്യാറാണ് Are എങ്കിൽ, you ready to do a factory resetting? ദൈവം നിന്നെ ഫില്ല് ചെയ്യുന്ന ദിവസങ്ങൾ അത്രേ. He will fulfill you these days. അതേ, ദൈവം നിന്നെ പണിയുന്ന ദിവസങ്ങൾ അത്രേ. He will fulfill and ദൈവ പദ്ധതി പ്രകാരം നിന്നെ വഴി നടത്തുന്ന ദിവസങ്ങൾ അത്രേ. He will guide you to move forward. അതേ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നിന്നെ വഴി നടത്തുന്ന ദിവസങ്ങൾ അത്രേ. And this is the days, and the coming days you'll see that you will be guided by the will of God. അതേ, ദൈവം ഒരുവനെ കരം പിടിച്ച് നടത്തിയാൽ അവന് വീഴ്ച സംഭവിക്കത്തില്ലത്രേ. If God has held someone's hand, he'll never fall down. ഹല്ലേലൂയ. Hallelujah. ആകയാൽ ഈ പകൽക്കാലം ശിശുക്കളെ പോലെ തിരിഞ്ഞ് നമുക്ക് ഹല്ലേലൂയ വീണ്ടും ജനിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കുവാൻ ഇടവരുത്തട്ടെ. And I pray and proclaim today, this morning, that let us all turn to the Lord Almighty and the kingdom of God and receive that blessing of being like a child and be born again. നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Before even we talk about ourselves, we അതാണ് should be knowing. ജെർമിയ 1:5 ഇപ്രകാരം പറയുന്നത്. And that is what is mentioned in book of Jeremiah chapter 1 verse 5. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന്. Jeremiah chapter 1 verse 5, before I formed thee in the belly, I knew thee. നിന്നെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്ന്. Before thou comest forth out of the womb, I sanctified you. നിന്നെ പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു എന്ന്. And I ordained you as a prophet unto the പ്രിയ nations. ദൈവമേ, നിന്റെ ജീവിതത്തിൽ നീ ആരാകണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ദൈവം നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ പദ്ധതിയിട്ട് ചെയ്തിരിക്കുന്നത് അത്രേ. Before even you were formed inside your mother's womb, you have been appointed, you have been ordained, and he knew what you would be. ഒരു ഫോൺ കമ്പനിക്കാരൻ അത് പ്ലാൻ ചെയ്ത് പുറത്തെടുക്കുന്നതിന് മുന്നേ തന്നെ സകല പദ്ധതിയും പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് പണി പൂർത്തീകരിക്കുന്നത് പോലെ തന്നെ, How a manufacturer bring out a new phone or new product according to the plan and the purpose of the organization. അതുപോലെ തന്നെ അതിൽ ഉപരിയായ തലത്തിൽ നിന്നെ കുറിച്ച് ദൈവം പദ്ധതിയിട്ട് കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആക്കിയതത്രേ. Similarly, God has completed every work on your life, every plans of your life been set already before even you come out of your mother's എന്നാൽ womb. മാനവന് വായിക്കാത്തവന് പറയും, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ, ഓ എന്നാൽ ഞാനോ, അയ്യോ യഹോവയായ കർത്താവ്, എനിക്ക് സംസാരിപ്പാൻ കഴിയില്ല എന്ന്. But all those who haven't read the manual, they will be saying that, "O Lord, behold, I cannot speak, ഞാൻ ബാലനല്ലോ എന്ന് പറയും. for I am a child."
യഥാർത്ഥമായും ആ മാനുവൽ വായിക്കുന്നവർക്ക് മനസ്സിലാകും അവൻ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആക്കി കഴിഞ്ഞു എന്ന്. But really, if you're reading the manual, you will know that every work on your every areas of your life. എനിക്കും നിനക്കും വേണ്ടി കാൽവറിയിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. And you will get to know that he is the one who died for you and me and shed even last drop of blood on the Calvary. അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടവരുത്തത്തില്ലത്രേ. If you really believe in him, he will never put you into shame. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Yes, Lord. പ്രിയ ദൈവത്തിലെ ആ മാനുവലിന്റെ ലാസ്റ്റ് അവിടെ ആദ്യത്തെ പേജിലോ രണ്ടാമത്തെ പേജിലോ കാണും വാറന്റി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. And if you check the manual, you'll see the warranty is written in first page. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഗ്യാരണ്ടി എന്നും കാണും. And again you will see guarantee as ഈ well. വാറന്റി ഗ്യാരണ്ടി രണ്ടാണ്. Warranty and guarantee, these two are two different things. ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതിലുള്ള ചില കാര്യങ്ങളിൽ ആ മാനുഫാക്ചർ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. So when you talk about guarantee, the manufacturer is taking the full responsibility of certain functions of that product. വാറന്റി ഉദ്ദേശിക്കുന്നത് അതിലെ ചില ആ മാനുവൽ അനുസരിച്ച് മുന്നോട്ട് അത് ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ചില ബെനിഫിറ്റിനെ കുറിച്ചാണ് വാറന്റി എന്ന് പറയുന്നത്. But warranty will talk about something that you follow according to the manual and certain things only be replaced by ഇവിടെ ഞാൻ പറയട്ടെ, നിത്യജീവൻ ഒരു ദൈവമല്ല, ഗ്യാരണ്ടിയാണ്. eternal life is a guaranteed thing in Christ. അത് തന്നെ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ദൈവമല്ല, ഗ്യാരണ്ടിയിൽ പെട്ടതാണ്. The eternal life is a guarantee for a child of God. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാനുവലിൽ എഴുതി ചേർത്ത ഒന്ന് തന്നെ അത്രയത്. When God created the human being, he put that eternal life into the manual for him. എന്നാൽ വാറന്റി വേണമോ വേണ്ടയോ എന്ന് മനുഷ്യൻ നമ്മളത്ര ചിന്തിക്കുന്നത്. But you need to decide whether you want the warranty or not. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും. First you seek the kingdom of the Lord and you shall receive everything. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്നത് നിങ്ങൾ തന്നെ അത്രേ, തിന്മയും വിളിച്ചു വരുത്തുന്നത് നമ്മൾ തന്നെ അത്രേ. You are the one bringing goodness and the bad things into your life. നിങ്ങളുടെ ഡിസിഷൻ അത്രേ ഇത് രണ്ടിനെയും വിളിച്ചു വരുത്തുന്നത്. You are the one deciding whether you want to receive or bring that into your life. എങ്ങനെ ദൈവം പ്രൊഡക്റ്റ് ചെയ്ത് കംപ്ലീഷനിൽ ഈ ലോകത്തേക്ക് അയച്ച നിങ്ങളുടെ ജീവിതത്തെ രൂപകൽപ്പന ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ദൈവ പൈതൽ അത്രേ. No, you are the one deciding that though God created your life, God given you a body, how you want to function on this earth, you can decide upon it. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ According to the word of God, അവന്റെ ഓരോ കൽപ്പനകളും നമ്മൾ ശിരസാ വഹിച്ച് every commandments that he had mentioned ആ ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ താഴ്ത്തി കൊടുത്താൽ, and we are ready to submit our life unto the Lord, എങ്കിൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. if you do so, when you go out you will be blessed. നിങ്ങൾ അകത്ത് തിരിച്ചു മടങ്ങി വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. You will come back to your own dwellings, you will be blessed. നിങ്ങളുടെ സകല ഹല്ലേലൂയ വസ്തുവകളും അനുഗ്രഹിക്കപ്പെടും. Everything that is belong to you will be blessed. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ മാവ് കുഴയ്ക്കുന്ന പാത്രം അനുഗ്രഹിക്കപ്പെടും. Your vessels in your kitchen will be blessed. നിങ്ങളുടെ തലമുറ Your അനുഗ്രഹിക്കപ്പെടും. generations will be blessed. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹം അനുഗ്രഹിക്കപ്പെടും. All those who are connected to you and the community will be blessed. നിങ്ങളായിരിക്കുന്ന ഈ ദേശം അനുഗ്രഹിക്കപ്പെടും. And the nation that you are right now. പലരും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഈ ദേശത്തിനൊരു വിടുതൽ സംഭവിക്കണമേ എന്ന്. Many people are praying for a revival happening in this അത് nation. റിവൈവൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. It is good to have that prayer. എന്നാൽ നിങ്ങളെ ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് ദൈവം പ്രാധാന്യം ചെയ്യുമ്പോൾ, But we know that we are the light of the world. നിങ്ങളെ ലോകത്തിന്റെ ഉപ്പ് എന്ന് ദൈവം വാഗ്ദത്തത്താൽ Also നിറച്ചിരിക്കുമ്പോൾ, God called you as a salt for this world. നിങ്ങളില്ലാതെ ഇവിടെ ഒരു കംപ്ലീഷൻ ഇല്ലേ ഇല്ല. Without you there's no completion. നിങ്ങളില്ലാതെ ഈ ലോകത്തിന് വെട്ടം ഇല്ലേ ഇല്ല. Without you there's no light in this world. അതെ, അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് വെളിച്ചം പകർന്ന സൂര്യചന്ദ്രന്മാർ അല്ലേ അല്ല. No sun or moon going to give you the light, but you are the light. യഹോവയാം ദൈവം തന്നെ അത്രേ നിങ്ങൾക്ക് വെളിച്ചമായിരിക്കുന്നത്. He himself, the Almighty, will give you the light. ആ യഹോവയാം ദൈവം നിന്നിൽ വസിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കി. And you need to understand, He is dwelling inside of you. അതാണ് ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് വചനവാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. Body is a temple of God. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ഈ മന്ദിരത്തെ നിങ്ങൾ സൂക്ഷിപ്പേ. You need to protect the temple that the Lord is belonging to. ദൈവഹിതത്തിന് അപ്രകാരമായ യാതൊന്നും ഇതിൽ ടച്ച് ചെയ്യാൻ സമ്മതിക്കരുത്. Do not let anything touching this temple without the ദൈവഹിത പ്രകാരം അല്ലാത്ത ഒന്നും കാണുവാൻ കണ്ണുകൾ അനുവദിക്കരുത്.
അനുവദിക്കരുത്. Do not let your eyes to see that anything that is not belong to the Lord. ദൈവപദ്ധതി പ്രകാരമല്ലാത്ത ഒന്നും ഈ ബോഡിയെ എഫക്ട് ചെയ്യാൻ ഇടവരുത്തരുത്. Do not let anything affecting your body without the will of God. എപ്പോൾ ഇൻഫെക്ഷൻ കടക്കുമോ അപ്പോഴത്ര ദുർഗന്ധം വമിക്കുന്നത്. Whenever the infection come inside, that's where you need to treat it. അതേന്ന് നിന്റെ ജീവിതത്തിൽ ദുർഗന്ധം വമിക്കുന്നുവെങ്കിൽ ഇന്നൊരു ഹല്ലേലൂയ മാനുഫാക്ചറിന്റെ അടുത്ത് മടക്കിക്കൊണ്ടുവരേണ്ട ദിവസം അത്രേ. If you think that your body is rotten, it's smelling, then you need to take it back to your manufacturer. ഇന്ന് ഈ ശബ്ദം കേട്ട് നിങ്ങൾ മടങ്ങി വരുവാൻ തയ്യാറാണ് എങ്കിൽ, when you're listening this voice of the Lord, you're ready to return. അവൻ നിങ്ങളെ പണിയുവാൻ മതിയായവനത്രേ. He is able to build you. അവൻ വാറന്റി മാത്രമല്ലത്രേ, അവൻ ഗ്യാരണ്ടി തരുന്നവനത്രേ. He is not only giving the warranty, he is giving you a guarantee. കാരണം ഈ ലോകത്തുള്ള സകല ചരാചരങ്ങൾ നീങ്ങിപ്പോയാലും അവന്റെ തിരുവചനം ഒരു കാലത്തും മാറിപ്പോകത്തില്ല എന്ന് സാക്ഷ്യം പറയപ്പെടുന്നു. Anything in this world may change, but his word will never change. അത് ദൈവവാഗ്ദത്തം ഒരു കാലത്തും നീങ്ങിപ്പോകുന്നതല്ലത്രേ. His word will never change. Whatever he promised will never change. ദൈവവാഗ്ദത്തമല്ലേ കുടുംബ ജീവിതം. His promise is that the family life. അതിന് നീ തലമുറയായി അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവചന വാഗ്ദത്തമത്രേ. And also though the word is giving us the assurance that your generations നീ ജീവകാലം അത്രയും യഹോവയിൽ ആനന്ദിക്കും എന്നുള്ള തിരുവചന വാഗ്ദത്തമത്രേ. and the word is giving us such assurance that until the very end of your life you will be experiencing the love and peace. നിന്റെ മുറിവുകളെ അവൻ കെട്ടുമെന്നുള്ള തിരുവചന വാഗ്ദത്തമത്രേ. And also he promised that I will take away all your worries. നിങ്ങൾ കടം വാങ്ങിക്കുന്നവരല്ല കൊടുക്കരുതെന്നവരാക്കി തീർക്കുമെന്ന് തിരുവചന വാഗ്ദത്തമത്രേ. And also the word of God tells us that I will make you the giver, not the borrower. നീ ഭവനത്തിന് പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള തിരുവചന വാഗ്ദത്തമത്രേ. And the promise from the word that when you get out from your house you will be blessed. നീ മടങ്ങി ഭവനത്തിൽ വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള തിരുവചന വാഗ്ദത്തമത്രേ. Also it says that when you return to your family you will be blessed too. നീ ആയുഷ്കാലം മൊത്തം അവന്റെ ഹല്ലേലൂയ മന്ദിരത്തിൽ അവന്റെ ആലയത്തിൽ നീ സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി തന്നെയത്രേ. It is his plan and the purpose that for you to dwell in his house forever and ever with the grace and the mercy and the love. ഇന്ന് പകൽക്കാലം അതിൽ എവിടെയെങ്കിലും ഒരു മുടക്കം വന്നിട്ടുണ്ടോ എങ്കിൽ, If you think that there is any changes or any pause happen in your life anywhere, എവിടെയെങ്കിലും ജീവിതം സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ് എങ്കിൽ, if you think that your life is paused in somewhere, പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നീ ഭവനത്തിൽ മടങ്ങി പോകുമ്പോൾ നിനക്ക് നൽകപ്പെട്ട മാനുവൽ വായിക്കേണ്ടത് അത്യാവശ്യമത്രേ. you need to return to your house and read the manual that has been gifted ആ to you. മാനുവലിൽ പറഞ്ഞ പോലെ തന്നെ വചനം വാഗ്ദത്തം ചെയ്യുന്നതുപോലെ നീ ജീവിക്കുവാൻ തയ്യാറാണ് എങ്കിൽ, And you're ready to lead your life according to your manual. സ്റ്റക്കായിരിക്കുന്ന ചില മേഖലകളെ ഡിലീറ്റ് ചെയ്യുവാൻ തയ്യാറാണ് എങ്കിൽ, You're ready to delete certain stuck. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു, പിന്നിലുള്ളതിനെ പാഴെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഹല്ലേലൂയ മുന്നോട്ട് വാഞ്ചയോടെ ഓടുന്നു എന്ന്. And the apostle Paul said that I am seeing everything that has happened in the past as void and null. ആകയാൽ ഈ പകൽക്കാലം ഞാൻ പൂർണ്ണമായും ഉറപ്പിച്ച് പറയട്ടെ, Therefore we can give you the assurance this നിന്റെ morning. ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി ചെറുതല്ല വലുത് തന്നെയത്രേ. In your life the plan and purpose of the Lord is greater. അതേ ദൈവത്തിലെ സമാധാനം നിന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ പദ്ധതി അത്രേ. Peace is the plan and the purpose of the Lord. കരഞ്ഞ് ജീവിതം കഴിക്കുവാനുള്ളതല്ലത്രേ നിന്റെ ജീവിതം. No more tears. It's not for you to cry and finish the life. നിന്റെ ജീവിതം സന്തോഷത്തോടെ ആനന്ദത്തോടെ നൃത്തം ചവിട്ടുവാനുള്ളതത്രേ. Your life is for to enjoy in Christ. ഇത് വിശ്വസിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. You think that you can rejoice in the Lord? Can you stand upon your feet? എന്നിട്ട് വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞാട്ടെ, And then talk to yourself again. എന്റെ ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുവാനത്ര ദൈവ പദ്ധതി എന്ന്. My life has been called to be rejoicing in the Lord all the ഈ time. ലോകത്ത് ദൈവം എന്നെ ആക്കിയതിനൊരു പർപ്പസ് ഉണ്ട് എന്ന്. I believe that there's a plan and purpose in my life. വചനം പറയുന്നു ജീവനും മരണവും നിന്റെ നാവിൽ തുമ്പിൽ ഇരിക്കുന്നു എന്ന്. And the word is telling us that death and the life is at the tip of your ഓ tongue. ഈ പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ, This morning, if you can say in എന്റെ faith, ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്ന്. I will be dwelling in the Lord and be അത് rejoicing in the Lord. ഇതത്രയാ സുവർണ്ണ ദിവസം ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചത് And this is എന്ന്. the day that the Lord has made for me. അതെ, ഇതത്രയാ ദിവസം ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചത് This is എന്ന്. the day that the Lord has made for me.
പ്രിയ ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടണ്ട. Do not worry about the days that's been gone അതെ, past. ഈ ദിവസമത്ര യഹോവ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചത്. This is the day that the Lord has created for you. ആകയാൽ വാ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, Can you open your mouth and talk to ഈ the Lord? ദിവസം യഹോവ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചത് This is എന്ന്. the day that the Lord has created for ഈ me. ദിവസമത്ര ദൈവ പദ്ധതിയിൽ രൂപാന്തരപ്പെടുന്നത് And എന്ന്. I will see the purpose of the Lord in my life ഈ today. ദിവസമത്ര എന്റെ രോഗ സൗഖ്യം എന്ന്. This is the day that I will be receiving my അതെ, ഈ healing. ദിവസമത്ര എന്റെ തലമുറയുടെ ഐശ്വര്യം എന്ന്. This is the day that I will see my generations are അതെ, getting blessed. എന്റെ തലമുറയിൽ ഞാൻ അനുഗ്രഹം കാണുക തന്നെ ചെയ്യും. I will see the blessing unto my generation. ഞാൻ ശത്രുക്കൾ മുന്നിൽ എനിക്ക് ദൈവം തീർമേശ ഒരുക്കുമെന്ന്. He will prepare a table before my enemies. വീണ്ടും ഞാൻ പറയും, 1000 10,000 ഇടതും വലതും വീണാലും ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന്. 1,000 and 10,000 may fall, but nothing will prosper against me. അവൻ എന്നെ ഉയർത്തുക തന്നെ ചെയ്യുമത്രേ. He will lift me up. ഹല്ലേലൂയ. Hallelujah. വാ തുറന്നുകൊണ്ട് പറഞ്ഞാട്ടെ, ഈ ദിവസം യഹോവയാ സൃഷ്ടിക്കപ്പെട്ടത്. This is the day that the God created for me. അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുടെ ദിവസം ഇത് എന്ന്. This is a day for me to receive. എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവം. God is opening new doors for me. ഇതാ അവൻ എനിക്കായി പുതിയതൊന്ന് ചെയ്തിരിക്കുന്നു. Yes, behold, He has done something new. ആൽഫയും ഒമേഗയുമായവൻ. The one who is the Alpha and Omega. അതേ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അന്ത്യോളം കാപ്പുവാൻ മതിയായവൻ The തന്നെ. one who started the good work in you is able to fulfill it. Shamaralaya. ദൈവസാന്നിധ്യം നിൻ മുമ്പിൽ നിൻ പിൻപിൽ നിൻ വശത്ത്